ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ നിയമസഭാ മണ്ഡല പുനർനിർണയ വിഷയത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ബഹളത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഛത്തീസ്ഗഡിൽ രണ്ടിടങ്ങളിൽ നടന്ന ഏറ്റുമുട്ടലുകളിൽ 30 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. അടുത്ത വർഷത്തോടെ രാജ്യം നക്സൽ മുക്തമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞതായി കേന്ദ്ര സർക്കാർ. മികച്ച തൊഴിലവസരങ്ങൾക്കായി വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതായി കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജെ. കേരളത്തിൽ കടുത്ത ചൂട് തുടരുന്നു. അൾട്രാ വയലറ്റ് സൂചികയിൽ ഏറ്റവും ഉയർന്ന തോത് രേഖപ്പെടുത്തി കൊല്ലം ജില്ല. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് രണ്ടാം പതിപ്പിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഗെയിംസിൽ മാറ്റുരയ്ക്കുന്നത് 1300-ലേറെ പാരാ അത്ലറ്റുകൾ. വാർത്തകൾ വിശദമായി. ലോക്സഭാ നിയമസഭാ മണ്ഡല അതിർത്തി നിർണ്ണയം സംബന്ധിച്ച പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിഷേധം കണക്കിലെടുത്ത് ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ച ലോക്സഭ വീണ്ടും സമ്മേളിച്ചപ്പോൾ ഡിഎംകെ എംപിമാർ മുദ്രാവാക്യങ്ങൾ എഴുതിയ ടീഷർട്ട് ധരിച്ചാണെത്തിയത്. അംഗങ്ങളുടെ വസ്ത്രധാരണത്തെ സ്പീക്കർ ഓം ബിർള വിമർശിച്ചു. രാജ്യസഭയിലും സമാന അന്തരീക്ഷമായിരുന്നു. ബഹളം രൂക്ഷമായതോടെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. അംഗൻവാടി ജീവനക്കാരുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിമാസ വേതനം 21,000 രൂപയാക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ പരിഗണിക്കണമെന്ന് പ്രതിപക്ഷം സഭയിൽ ആവശ്യപ്പെട്ടു. അംഗൻവാടി ജീവനക്കാരുടെ ജോലിഭാരത്തിൽ കഴിഞ്ഞ 10 വർഷത്തിൽ വലിയ വർധനവുണ്ടായതായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ഓണറേറിയം 2,700 രൂപ മാത്രമാണെങ്കിലും അംഗൻവാടി വർക്കർമാർക്ക് 13,000 രൂപ വരെയും ഹെൽപ്പർമാർക്ക് 9,000 വരെയും ഓണറേറിയം സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ടെന്നും മന്ത്രി പി രാജീവ് മറുപടി നൽകി. ഛത്തീസ്ഗഡിൽ രണ്ടിടങ്ങളിൽ നടന്ന ഏറ്റുമുട്ടലുകളിൽ 30 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ബിജാപൂർ, ദന്തേവാഡ ജില്ലകളിലെ അതിർത്തി പ്രദേശത്തുള്ള വനങ്ങളിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന ഇന്റലിജൻസ് വിവരത്തെ തുടർന്ന് സുരക്ഷാ സേന നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഏറ്റുമുട്ടലിനിടെ ജില്ലാ റിസർവ് ഗാർഡിലെ ഒരു ജവാനും വീരമൃത്യു വരിച്ചു. പ്രദേശത്ത് നിന്ന് 26 മാവോയിസ്റ്റുകളുടെ മൃതദേഹം കണ്ടെടുത്തു. നിരവധി ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു. അതേസമയം ഛത്തീസ്ഗഡിലെ കാങ്കർ ജില്ലയിൽ നടന്ന വെടിവയ്പിൽ 4 മാവോയിസ്റ്റുകളെ സൈന്യം വധിച്ചു. പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. നക്സലൈറ്റുകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനവുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഛത്തീസ്ഗഡിലെ ബിജാപൂരിലും കാങ്കറിലും സുരക്ഷാസേന നടത്തിയ ഓപ്പറേഷനുകളെ അദ്ദേഹം അഭിനന്ദിച്ചു. 2026 മാർച്ച് 31 രാജ്യം പൂർണ്ണമായും നക്സൽ മുക്തമാകുമെന്നും ശ്രീ ഷാ പറഞ്ഞു. ശംഭു, ഖനൌരി അതിർത്തി പോയിന്റുകളിൽ നിന്ന് കർഷകരെ ഒഴിപ്പിച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടി സ്വാഗതം ചെയ്ത് പഞ്ചാബിലെ വ്യവസായികളും പൊതുജനങ്ങളും. ചെക്ക് പോസ്റ്റുകൾ തുറക്കാനുള്ള തീരുമാനത്തെ ലുധിയാന ആസ്ഥാനമായുള്ള വേൾഡ് MSME ഫോറം പ്രസിഡന്റ് ബതീഷ് ചിൻഡാൽ സ്വാഗതം ചെയ്തു. സ്തംഭനാവസ്ഥ കാരണം സംസ്ഥാനത്തിന് പ്രതിമാസം 1,500 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായും വ്യാപാരം 15% മുതൽ 20% വരെ കുറഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. കർഷക പ്രതിഷേധം കാരണം 2 അതിർത്തി പോയിന്റുകളും ഏകദേശം 1 വർഷത്തിലേറെയായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കൃഷി സഹമന്ത്രി ഭഗീരഥ് ചൌധരി. കാർഷിക രംഗത്തിന്റെ ഉന്നമനവും സമൃദ്ധിയുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പാർലമെന്റിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെ അദ്ദേഹം പറഞ്ഞു. जैविक खेती को बढ़ाने की बात हो, प्राकृतिक खेती को बढ़ाने की बात हो, अनेक उपाय किए, परंतु विपक्ष कभी किसान का आज तक भला नहीं किया इन्होंने. तो मोदी जी के नेतृत्व में मोदी जी चाह रहे हैं कि किसान के घर में खुशहाली आए. इसके लिए अनेक उपाय कर रहे हैं और करे जाएंगे और इस देश के अन्नदाता को समृद्ध और खुशहाल करेंगे. ശംഭു, ഖനൌരി അതിർത്തികളിൽ പ്രതിഷേധിക്കുന്ന കർഷകരെ കേന്ദ്രം ഒഴിപ്പിച്ചെന്ന പ്രതിപക്ഷ ആരോപണം കേന്ദ്രമന്ത്രി തള്ളി. കർഷകർക്ക് നീതി ആവശ്യപ്പെട്ട് കോൺഗ്രസ് എംപിമാർ പാർലമെന്റ് പരിസരത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. 2017-18 കാലയളവിനെ അപേക്ഷിച്ച് 2023-24 രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 6% നിന്ന് 3.2% കുറഞ്ഞതായി കേന്ദ്ര സഹമന്ത്രി ശോഭാ കരന്തലജെ. ഉൽപാദന മേഖലയിലെ തൊഴിലവസരങ്ങൾ 2022-23 6.3 കോടിയായി വർദ്ധിച്ചുവെന്നും കേന്ദ്രമന്ത്രി രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ പറഞ്ഞു. മികച്ച തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പാക്കി വരികയാണെന്നും അവർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് 39 ദിവസമായി സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുടെ ആവശ്യങ്ങൾ അറിയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്.
ആവശ്യങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയെ നേരിൽ ധരിപ്പിക്കുന്നതിനായി ശ്രീമതി വീണ ജോർജ് ഇന്ന് ന്യൂഡൽഹിയിലെത്തിയെങ്കിലും മന്ത്രിയെ കാണാൻ അവസരം ലഭിച്ചിരുന്നില്ല. അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ യുഡിഎഫ് എംഎൽഎമാർ ഇന്ന് ആശമാരുടെ സമരപ്പന്തലിലെത്തി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ എക്സ് ഹാൻഡിലും ലഭ്യമാണ്. ഭക്ഷ്യസംസ്കരണ മേഖലയുമായി ബന്ധപ്പെട്ട് 5 ലക്ഷത്തിലധികം കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്ന 1100-ലധികം അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്ക് സർക്കാർ അംഗീകാരം നൽകിയതായി കേന്ദ്ര സഹമന്ത്രി രവ്നീത് സിംഗ് ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. 46,000 കോടി രൂപയിൽ കൂടുതൽ പദ്ധതി ചെലവുള്ള 41 മെഗാ ഫുഡ് പാർക്കുകളും മന്ത്രാലയം അംഗീകാരം നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്ത് തൊഴിൽ തട്ടിപ്പ് നടത്തുന്ന 3000-ലധികം നിയമവിരുദ്ധ ഏജന്റുമാരെ കണ്ടെത്തിയതായി വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. ഇ മൈഗ്രേറ്റ് പോർട്ടൽ വഴിയും സമൂഹമാധ്യമങ്ങളിലൂടെയും വ്യാജ തൊഴിൽ റാക്കറ്റുകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ടെന്നും അദ്ദേഹം രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ പറഞ്ഞു. രാജ്യത്തെ കായിക മേഖലയുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിൽ ഖേലോ ഇന്ത്യ സംരംഭത്തിന് വലിയ പങ്കുണ്ടെന്ന് കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. രാജ്യത്തെ കായിക താരങ്ങളുടെ പ്രകടനം കൂടുതൽ മികച്ചതാക്കാൻ ഖേലോ ഇന്ത്യയ്ക്ക് കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2ാം പതിപ്പ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. खेलो इंडिया स्पोर्ट्स सेक्टर में अपनी महत्व की भूमिका अदा कर रहा है. सभी कंपटीशन खेलो इंडिया के अम्ब्रेला के नीचे देश में आगे बढ़ रही है. नहीं केवल गेम्स आगे बढ़ रही है, लेकिन हमारे एथलीट्स अपने कौशल्य के आधार पर अपना स्वयं का और देश का नाम रोशन कर रहे हैं. 3 വേദികളിലായി നടക്കുന്ന 6 മത്സര ഇനങ്ങളിൽ 1300-ലേറെ പാരാ അത്ലറ്റുകളാണ് മാറ്റുരയ്ക്കുക. പാരാ ബാഡ്മിന്റൺ മത്സരങ്ങൾ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചു. അത്ലറ്റിക്സ്, ഷൂട്ടിംഗ് മത്സരങ്ങൾ നാളെ നടക്കും. ഐസിസി ചാമ്പ്യൻസ് ട്രോഫി പുരുഷ ക്രിക്കറ്റ് കിരീട ജേതാക്കളായ ഇന്ത്യൻ ടീമിന് 58 കോടി രൂപയുടെ പാരിതോഷികം പ്രഖ്യാപിച്ച് ബിസിസിഐ. ഈ മാസം 9-ന് ദുബായിൽ നടന്ന ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെ 4 വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ ജയം. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. കൊല്ലം ജില്ലയിലാണ് അൾട്രാ വയലറ്റ് സൂചികയിൽ ഏറ്റവും ഉയർന്ന തോത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകൻ ബിൽ ഗേറ്റ്സുമായി ചർച്ച നടത്തി. ഇന്ത്യയുടെ ബയോ മാനുഫാക്ചറിംഗ് രംഗത്തെ മുന്നേറ്റവും സ്വകാര്യ മേഖലയുടെയും സ്റ്റാർട്ടപ്പ് പങ്കാളിത്തത്തിന്റെയും വിപുലീകരണവും ലക്ഷ്യമിട്ടായിരുന്നു യോഗം. വാക്സിൻ വികസനത്തിലുൾപ്പെടെ ബയോടെക് മേഖലയിലെ ഇന്ത്യയുടെ മുന്നേറ്റത്തെ ബിൽ ഗേറ്റ്സ് കൂടിക്കാഴ്ചയിൽ പ്രശംസിച്ചു. ഗാസയിൽ സൈനിക നീക്കം ശക്തമാക്കി ഇസ്രായേൽ. 2023 ഒക്ടോബറിൽ സംഘർഷം ആരംഭിച്ചതിന് ശേഷമുണ്ടാകുന്ന ഏറ്റവും മാരകമായ ആക്രമണ പരമ്പരയാണ് ഇസ്രായേൽ നടത്തുന്നതെന്നാണ് റിപ്പോർട്ട്. വ്യോമാക്രമണങ്ങളിൽ ഇന്നും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. പഞ്ചാബിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസിൽ ലോക്സഭാ എംപി അമൃത്പാൽ സിംഗിന്റെ 7 കൂട്ടാളികളെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തു. 2023 അമൃത്സറിലെ അജ്നാല സ്റ്റേഷൻ ആക്രമിച്ചതിനാണ് കേസ്. അമൃത്പാൽ സിംഗും അദ്ദേഹത്തിന്റെ 10 കൂട്ടാളികളും കഴിഞ്ഞ 2 വർഷമായി അസമിലെ ദിബ്രുഗഡ് ജയിലിൽ കഴിയുകയാണ്. രാജ്യത്ത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിലെ അംഗങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടായതായി കേന്ദ്ര സർക്കാർ. ഈ വർഷം ജനുവരിയിൽ ഇപിഎഫ്ഒയിൽ 17,89,000 അംഗങ്ങളെ ചേർത്തതായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. 2024 ഡിസംബറിലെ കണക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മൊത്തം അംഗങ്ങളുടെ എണ്ണത്തിൽ 11.48% വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 899 പോയിന്റ് ഉയർന്ന് 76,348-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 283 പോയിന്റ് നേട്ടത്തിൽ 23,190-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ നിയമസഭാ മണ്ഡല പുനർനിർണയ വിഷയത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ബഹളത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഛത്തീസ്ഗഡിൽ 2 ഇടങ്ങളിൽ നടന്ന ഏറ്റുമുട്ടലുകളിൽ 30 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. അടുത്ത വർഷത്തോടെ രാജ്യം നക്സൽ മുക്തമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞതായി കേന്ദ്ര സർക്കാർ. മികച്ച തൊഴിലവസരങ്ങൾക്കായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതായി കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ. കേരളത്തിൽ കടുത്ത ചൂട് തുടരുന്നു. അൾട്രാ വയലറ്റ് സൂചികയിൽ ഏറ്റവും ഉയർന്ന തോത് രേഖപ്പെടുത്തി കൊല്ലം ജില്ല.
ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് രണ്ടാം പതിപ്പിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഗെയിംസിൽ മാറ്റുരയ്ക്കുന്നത് 1300-ലേറെ പാരാ അത്ലറ്റുകൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.